പോയ വർഷത്തെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു നടൻ മാമുക്കോയയുടെ പെട്ടെന്നുള്ള വേർപാട്. കോഴിക്കോടൻ ഭാഷയിലൂടെ ഹാസ്യത്തിന് വേറിട്ട ശൈലി നൽകി 4 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടൻ. മലയാളത്തിന്റെ എക്കാലത്തെ മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായ മാമുക്കോയ നാടകരംഗത്ത് നിന്നുമാണ് സിനിമയിലെത്തുന്നത്. കോഴിക്കോട് കണ്ണംപറമ്പ് ഖബർസ്ഥാനിലായിരുന്നു മാമുക്കോയയുടെ ഖബറടക്കം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. താരത്തിന്റെ സംസ്കാര ചടങ്ങിൽ പ്രമുഖർ ആരും തന്നെ പങ്കെടുക്കാത്തതും വലിയ വിവാദമായിരുന്നു. മാമുക്കോയയ്ക്ക് മലയാള സിനിമ അർഹിച്ച ആദരവ് നൽകിയില്ലെന്ന് സംവിധായകൻ VM വിനു ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയിരുന്നു. പല പ്രമുഖരും വരാതിരുന്നത് മാമുക്കോയയോടുള്ള അനാദരവാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എറണാകുളത്ത് പോയി മരിച്ചാൽ കൂടുതൽ സിനിമാക്കാർ വരുമായിരുന്നെന്നും താൻ എറണാകുളത്ത് പോയി മരിക്കാൻ ശ്രമിക്കുമെന്നും വിനു പരിഹസിച്ചിരുന്നു. മോഹൻലാൽ അടക്കമുള്ളവർക്ക് നേരെയും സോഷ്യൽ മീഡിയയിൽ ഇതിനെ ചൊല്ലി വിമർശനങ്ങളുണ്ടായി. വിഷയം വലിയ ചർച്ചയായപ്പോൾ മാമുക്കോയയുടെ കുടുംബം തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു. മാമുക്കോയയുടെ സംസ്കാര ചടങ്ങിൽ മുൻനിര താരങ്ങൾ പങ്കെടുക്കാത്തതിൽ പരാതി ഇല്ലെന്നാണ് കുടുംബം പിന്നീട് പ്രതികരിച്ചത്. വിദേശത്തായിരുന്ന മമ്മൂട്ടിയും മോഹൻലാലും വിളിച്ചു വരാൻ പറ്റാത്തതിന് പിന്നിലെ സാഹചര്യം അറിയിച്ചിരുന്നു. എല്ലാവരുടെയും സാഹചര്യം മനസ്സിലാക്കണമെന്നാണ് മാമുക്കോയയുടെ മകൻ മുഹമ്മദ് നിസാർ അന്ന് പറഞ്ഞത്. ഇപ്പോൾ മാമുക്കോയയുടെ വേർപാട് സംഭവിച്ച് 1 വർഷത്തോട് അടുക്കാൻ പോകുമ്പോൾ താരത്തിന്റെ കുടുംബത്തെ കാണാൻ നടൻ മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. ഒപ്പം സംവിധായകൻ സത്യൻ അന്തിക്കാടും ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ലാലിന്റെ സ്വകാര്യ സന്ദർശനമായിരുന്നു. ഞാനതിന് സാക്ഷിയായെന്ന് മാത്രം. മാമുക്കോയയുടെ കുടുംബാംഗങ്ങളെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതിനെക്കുറിച്ച് സത്യൻ അന്തിക്കാട് മനോരമ ഓൺലൈനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒന്നിച്ച് കോഴിക്കോട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയതാണ്. അപ്പോൾ മാമുവിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. മാമു മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു. മോഹൻലാലിന് പക്ഷേ അന്ന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു. കോഴിക്കോട്ട് വന്നപ്പോൾ എന്തായാലും മാമുവിന്റെ വീട്ടിൽ പോകണമെന്ന് ലാൽ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും മാമുവിന്റെ വീട്ടിൽ പോയത്. മോഹൻലാലുമായി മാമുവിന് ആത്മബന്ധമുണ്ടായിരുന്നു. നാടോടിക്കാറ്റിലെ ഗഫൂർക്ക ദോസ്ത് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സിനിമാ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. മോഹൻലാൽ എത്തിയപ്പോൾ വീട്ടുകാർക്കെല്ലാം വലിയ സന്തോഷമായി. മാമുവിന്റെ വീട്ടിൽ ലാൽ ആദ്യമായാണ് പോകുന്നത്. മാമുവിന് കിട്ടിയ അംഗീകാരങ്ങളും സമ്മാനങ്ങളും അദ്ദേഹം കൗതുകത്തോടെ നോക്കിക്കണ്ടു. മക്കളോട് സംസാരിച്ചു. മാമുവിന്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചു. നല്ലൊരു സൗഹൃദ സന്ദർശനമായിരുന്നു അത്, സത്യൻ അന്തിക്കാട് പറയുന്നു. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന സിബി മലയിൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മാമുക്കോയ സിനിമാ ജീവിതം ആരംഭിച്ചത്. ചിത്രത്തിൽ നായകൻ മോഹൻലാലായിരുന്നു. ഇരുവരും ചന്ദ്രലേഖ അടക്കം ഒട്ടനവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നാട്യങ്ങളില്ലാത്ത നന്മയുടെ നിറകുടമായിരുന്നു പ്രിയപ്പെട്ട മാമുക്കോയ. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന സിനിമ മുതൽ അടുത്തിടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓളവും തീരവും വരെ എത്രയെത്ര ചിത്രങ്ങളിലാണ് ഒന്നിച്ചഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. ആ നിഷ്കളങ്കമായ ചിരി ഒരിക്കലും മായാതെ എന്നെന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നാണ് മോഹൻലാൽ മാമുക്കോയയുടെ വേർപാടറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.